ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളുള്ളത് ദുബായ് ഹിൽസ് മോളിലാണ് കേട്ടോ. ദുബായ് ഹിൽസ് മോൾ എന്ന് വെച്ചാൽ വലിയൊരു മോളാണ്. നമുക്ക് നടന്ന് കണ്ടു തീർക്കാൻ പറ്റാത്ത അത്രയും ദൂരമുണ്ട്. അത്രയും വലിയൊരു മോളാണ്. ഈ മോളിൻ്റെ അകത്തുള്ള കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ മോളിൻ്റെ അകത്തുള്ള ഷോപ്സൊക്കെ ഓൾമോസ്റ്റ് എല്ലാ മോളിലും കാണുന്നുള്ള പോലത്തെ നോർമൽ ഷോപ്സൊക്കെ തന്നെയാണ് ഉള്ളത്. അതുകൂടാതെ ഞാൻ മെയിനായിട്ട് ഇവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ചില നല്ല ഭംഗിയുള്ള വർക്കുകളൊക്കെ, അതായത് എന്തെങ്കിലും സ്കൾപ്ചേഴ്സ് അങ്ങനെ എന്തെങ്കിലും വർക്കുകളൊക്കെ മിക്ക മോളുകളിലും കാണാറില്ലേ, അങ്ങനെ ഇഷ്ടം പോലെ ഈ മോളിലുണ്ട്. ഞാൻ കുറച്ച് ഭാഗത്തേ നടന്നിട്ടുള്ളൂ കേട്ടോ. അവിടെ ഞാൻ കുറച്ച് കണ്ടിട്ടുള്ള നല്ല ഭംഗിയുള്ള കുറച്ച് ഡെക്കറേഷൻസും അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് മിക്ക ഭാഗത്തെയും ജംഗ്ഷൻ ഭാഗത്ത് നല്ല ഭംഗിയുള്ള കുറച്ച് സ്ട്രക്ചേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് മെയിനായിട്ട് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ ഷോപ്സൊക്കെ ഇതൊക്കെ നമ്മുടെ ഐക്യയൊക്കെ പോലത്തെ ഷോപ്പുകൾ, അങ്ങനത്തെ ഷോപ്പുകളൊക്കെ നമ്മൾ സാധാരണ എല്ലാ മോഡുകളിലൊക്കെ കാണാറുള്ളതല്ലേ. അപ്പോൾ അങ്ങനത്തെ ഷോപ്പുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് നോക്കി, ഇതൊരു ചെമ്പരത്തി പൂവാണ് കേട്ടോ. എനിക്ക് ആദ്യം ഇതെന്താ സംഭവം എന്ന് മനസ്സിലായില്ല. കുറച്ച് കാര്യമായിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനത്തെ ഒരു സംഭവം എന്നും പറഞ്ഞ് ഇങ്ങനെ കുറച്ച് നോക്കിയപ്പോഴാണ് ചെമ്പരത്തി പൂവെന്നുള്ള കാര്യം മനസ്സിലായത്. ഒരു BMW കാറ് എന്തോ ലക്കി ടിപ്പായിട്ട് വെച്ചിരിക്കുക. അതൊക്കെ ഉണ്ടോ, ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിരിക്കുന്നുണ്ടോ. ആ ക്രിസ്മസ് ട്രീയുടെ താഴെയും പിള്ളേർ കളിക്കുന്നുണ്ട് കേട്ടോ. ഇത് കുറേ ബട്ടർഫ്ലൈ പോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അത് നമ്മുടെ തോരണം പോലെ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുക. നല്ല ഭംഗിയുള്ള സ്ട്രക്ചറായിരുന്നു അത് കേട്ടോ. പിന്നെ അതായത് നമ്മൾ ഹോം സെൻറ്റർ ഒക്കെ പോലത്തെ ഷോപ്പാണ്. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ ഞാൻ ചെറുതായിട്ടൊരു സെൽഫിയും കൂടി എടുത്തു. അതൊന്നും നമ്മൾ കുറയ്ക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതാ വീണ്ടും മുകളിലേക്ക് ഇത് ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐക്യൊക്കെ പോലത്തെ ഷോപ്സാണ് കേട്ടോ ഇവിടെ കാണുന്നത്. നമ്മൾ നടക്കുകയാണ്. കുറേ ഡ്രസ്സിൻ്റെ ഷോപ്സ് ഒക്കെ കാണുന്നുണ്ട് സൈഡിൽ. ഇത് കണ്ടില്ലേ, ഇത് ക്രിസ്മസ് ട്രീ പോലെ തന്നെ ഉണ്ട്. ക്രിസ്മസ് ട്രീ ആയിരിക്കാം ചിലപ്പം. നല്ല ഗോൾഡൻ കളറിൽ കുറേ ബോൾസ് പോലെയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിൻ്റെ അടുത്തൂടെ പോയി ഇങ്ങനെ നോക്കി നിൽക്കാൻ നല്ല രസമുണ്ട്. ഞങ്ങൾ കുറേ നേരം അവിടെ നോക്കി നിന്നു. നല്ല ഭംഗിയുള്ളൊരു സ്ട്രക്ചറായിരുന്നു അത്. അങ്ങനെ നമ്മൾ പിന്നെയും കുറച്ചും കൂടെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഫുഡ് കോർട്ടുണ്ട്. ഫുഡ് കോർട്ടിൻ്റെ അവിടെ ഇത് കണ്ടില്ലേ, ഒരു പപ്പി. ആ പപ്പിയുടെ ചോട്ടിൽ ഇഷ്ടം പോലെ കുട്ടികൾ ഹൈഡ് ആൻഡ് സീക്കൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുഡ് കോർട്ട് വരെ എത്തിയ സ്ഥിതിക്ക് ഇവിടെ തന്നെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരാൾ വെജുള്ള ആൾക്ക് ബട്ടൂരയാണ്, ബാക്കി എല്ലാവർക്കും പിസ്സയാണ് വാങ്ങിച്ചത്. പിസ്സ ആദ്യം എല്ലാവർക്കും പിസ്സ വന്ന സമയത്തുള്ള വിശപ്പിൽ ഫസ്റ്റ് ഫുൾ പിസ്സ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഇതാ സിനബൺ കൂടെ കഴിച്ചു. അങ്ങനെ ആ ഡിന്നറും കൂടെ ഫിനിഷായി. അങ്ങനെ നമ്മൾ ഇതാ മോളിൽ നിന്ന് പുറത്തേക്ക്. എങ്ങനെയുണ്ട് നമ്മുടെ ദുബായ് ഹിൽസ് മോള്? എല്ലാവർക്കും ഇഷ്ടമായോ? ഇതൊക്കെയാണ് ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കേട്ടോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ കമൻസും കൂടി ഇടണം കേട്ടോ. എന്നാലാണ് നമ്മളുടെ വീഡിയോസ് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണമെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഉടനെ അതിമനോഹരമായ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ബൈ, ടേക്ക് കെയർ.